ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ ഒരു ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ ഞാൻ വിവാൻകുട്ടിയും കൊണ്ട് കരാട്ടെ ക്ലാസ്സിന് വന്നതാണ്. ലാസ്റ്റ് ക്ലാസ്സൊക്കെ ഏട്ടനാണ് കൊണ്ടുവന്ന് വിട്ടത്. പക്ഷേ ഇന്ന് ഏട്ടൻ ഓഫീസിൽ പോകണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനും വിവാൻകുട്ടിയും കൂടെ ബസ്സിനിങ്ങി പോന്നു. ഞാൻ വർഷികയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. വർഷിക്ക് ഇന്ന് ഒരു ക്ലബ്ബുണ്ട്, ഡ്രാമ ക്ലബ്ബ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരും. 2 ആഴ്ചയായിട്ട് ഞാൻ വന്നതേ ഇല്ല. അപ്പോൾ ഇന്നിനി അവൾ വിചാരിക്കും ഞാൻ വീട്ടിലാണെന്ന് വിചാരിച്ച് പോയാലോ എന്ന് പേടിച്ച് എന്നെ ഇവിടെ വന്ന് നിൽക്കുകയാണ് വെളിയിൽ. വർഷിക വരുന്നുണ്ട്. കുറേ നേരമായി വെയിറ്റിംഗ്. ഒരാൾ ഉച്ചയ്ക്ക് ഒന്നും കഴിക്കാതെ വന്നിരിക്കുന്നു. എനിക്ക് ചെയ്യാൻ പറ്റില്ല, കഴിക്കാൻ പറ്റത്തില്ല. വൈകിട്ട് ഇപ്പം 4:45 മണിയായി. ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് വീട്ടിൽ പോയിട്ട് കാണാമേ. ഞാൻ ശരിക്കും പറഞ്ഞാൽ നാളത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഒന്ന് അരി ഉഴുന്നൊക്കെ വെള്ളത്തിടാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമ്മുടെ ഇതുണ്ടല്ലോ, വരകെന്ന് പറയും, ഇത് മില്ലറ്റ് ദോശ ഉണ്ടാക്കാമെന്നാണ്. അപ്പം മില്ലറ്റിനെ ആദ്യം കുതിർത്തിടാം. എന്നിട്ട് അതിനെ അരച്ച് രാത്രിയിൽ അരച്ച് വെക്കാം. ദോശയ്ക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ്. നമുക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടുന്ന് മേടിച്ചതാണ്, നമ്മുടെ ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന്. എപ്പോഴും നോർമൽ ദോശയൊക്കെ കഴിക്കുന്നത്, ഒരു ഹെൽത്തി ആയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ്. അപ്പം നമുക്ക് ഞാൻ ഇതുപോലൊരു ഇതാണ് എടുത്തത് കേട്ടോ. നിങ്ങളെടുത്തോ, ഏത് കപ്പായാലും കുഴപ്പമില്ല. ഇപ്പം ഞാൻ 1 കപ്പ് ഇതെടുക്കാം. ഇത് 1 കപ്പ്. ഇവിടെ നമ്മൾ എല്ലാത്തിനും നമുക്കിവിടെ കണ്ടെയ്നർ അങ്ങനെ മേടിച്ചിട്ടില്ല ഞാൻ. അപ്പം ബാലൻസ് വരുന്നതിന് ഇതുപോലെ ലോക്ക് ചെയ്ത് വെക്കാൻ ചെയ്യണം കേട്ടോ. തിക്ക് വെച്ച്. പിന്നെ അടുത്തത് വേണ്ട ഉഴുന്നാണ്. അതൊരു 1/4 കപ്പ് ഉഴുന്നാണ്. 1/4 കപ്പ് ഉഴുന്ന്, ഒരു 1/2 ടീസ്പൂൺ ഉലുവ. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് കുതിരാൻ വേണ്ടി വെക്കാം. ഇത് വെളിയിൽ നല്ല അടിപൊളി ക്ലൈമറ്റാണ് കേട്ടോ. പക്ഷെ തണുപ്പുണ്ട്, പക്ഷെ എന്നാലും നല്ല അടിപൊളിയായിട്ട് വെയിലടിക്കുന്നുണ്ട്. രാവിലെ കഴുകി വെച്ച പാത്രങ്ങളൊക്കെയാണ്. പിന്നെ ഇതിനെയൊക്കെ എടുത്ത് നമുക്ക് ആദ്യം അതിൻ്റെ സ്ഥലത്ത് വെക്കാം, എന്നിട്ട് അടുത്ത പണി നോക്കാം. ഈ രാത്രിയിലുള്ള ഫുഡ് ഉണ്ടാക്കുകയാണ്. ചപ്പാത്തിയും ഇന്ന് ഉരുളക്കിഴങ്ങും പട്ടാണിയും കൂടി ഇട്ടിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാമേ. പിന്നെ കുറച്ച് പെരുംജീരകം, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളകും കൂടെ അരച്ചതാണ്. അതും കൂടെ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമുളക് ഒന്ന് മാറണം, അതുവരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ആ സമയത്തുള്ളിൽ നമുക്ക് പൊട്ടറ്റയും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കാം. എന്തായാലും അത് വഴണ്ട് വരുമ്പോഴത്തേക്ക് കുറച്ച് സമയമെടുക്കും. ഇതിലേക്ക് പൊടികൾ വേണ്ടത് മഞ്ഞൾപ്പൊടി വേണം. മഞ്ഞൾപ്പൊടിയാണ് കളറ്. പിന്നെ കുറച്ച് മുളക് പൊടി ഒത്തിരി വേണ്ട. അതുകൊണ്ട് നമ്മൾ പച്ചമുളക് അരച്ചിട്ടുണ്ട്, അപ്പോൾ അത് നല്ല എരിവ് ഉണ്ടാവും. പിന്നെ വേണ്ടത് കുറച്ച് മല്ലിപ്പൊടി. ഇനി ഒരു തക്കാളി മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഫ്രോസൺ ഗ്രീൻ പീസ് ഇങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇതാകുമ്പോൾ പെട്ടെന്ന് ഇച്ചിരി വെള്ളത്തിലോട്ട് ഇട്ടെങ്കിൽ തന്നെ നല്ല പെട്ടെന്ന് തന്നെ റെഡിയാവും. പിന്നെ അതിലേക്ക് ഞാൻ ഉരുളക്കിഴങ്ങ് കൂടെ ഇട്ട് കൊടുത്ത് അപ്പോൾ ആ മസാല എല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഗ്രീൻ പീസും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ആ മസാലയൊക്കെ ഇടുന്നത് ഒന്ന് വഴണ്ട് വരണം. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഉള്ളി വഴറ്റിയപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് പോരാ. ആണോ? അടിപൊളി. ഇനി അടുത്ത വർഷം ഗ്രില്ല്, ബാർബിക്യൂ ഗ്രില്ല് സ്റ്റാൻഡ് ഉള്ളത് കിട്ടിയല്ലോ. അല്ലെങ്കിൽ എത്ര രൂപ വരും? അല്ലെങ്കിൽ 50 പൗണ്ടിന് അടുപ്പിച്ചോണ്ട് ഇതിന്റെ വില.
അമ്മരെല്ലാം ക്ലിയർ ചെയ്യാൻ തോന്നുന്നില്ലേ? ഇനിയിപ്പോ ക്രിസ്മസിനെല്ലാം വരാൻ വേണ്ടിയെല്ലാം അടുത്തെല്ലാം സമ്മർ തീരാൻ പോയല്ലോ. ഇനിയിപ്പോ ആർക്കും വേണ്ടല്ലോ. ഇനിയിപ്പോ അടുത്ത വർഷത്തേക്ക് ബാർബിക്യൂ. വലുതാണോ അല്ലേ? 20 ബർഗർ കപ്പാസിറ്റി. എഴുതിട്ടുണ്ട് കേട്ടോ. I walked into a dark, gloomy castle. I don't really know why I went in, but something was calling me in. I walked in, and a cold sweep of air brushed past my face. Rats squeaked, and the run-down wooden floor creaked as I stepped on it. I opened a huge door, and it made a rusty noise. Silence. I slowly walked in. I was worried, but a little part of me wanted to keep going in. My curiosity got the best of me. I looked around the room. A dark, gloomy figure stood in the corner. I walked back, scared. The door shut behind me. Bang! The creature started moving in a stiff way that symbolized it not having joints. As it approached me, I got surrounded in a corner. I was waiting hopefully for someone or something to save me. Nothing. Suddenly, the figure disappeared as a high-pitched buzzing noise filled the room. I felt a shiver down my spine. It was suddenly silent again. For a few minutes, I sat there immobile, unable. Terrified. Okay. I sat there immobile, unable to move, feeling a mixture of emotions filling my head. I sat there all alone, or so I thought. Wow. സൂപ്പർ ആയിരിക്കണം. Story ഇനി ബാക്കി കണ്ടിന്യൂ ചെയ്യണ്ടേ? ഇതുവരെ കൊള്ളാം. ഇനി ധൈര്യശാലി ആയിപ്പോയി. സ്ക്രീം ചെയ്യൂല. ചില ആൾക്കാർ സ്റ്റക്കായി നിൽക്കും. ഓ ഓക്കെ. എന്തോ കക്കോഡാപിയഫോബിയ. ഫെയിലിയറാ? ഇത് ഫെയിലിയർ എവിടെ ശരിയാ? I thought she failed to scream. സൂപ്പർ, നന്നായിരിക്കും. അറ്റ്ലീസ്റ്റ് നല്ല ഇംപ്രൂവ്മെന്റ് ആയി അല്ലേ? നല്ല പോലെ അല്ല. സൈലൻസ് എന്നൊക്കെ എഴുതിയില്ലേ? സൂപ്പർ. വലിയ ക്ലാസ് ആയില്ലേ? ബുക്ക് വായിക്കുന്നത് കൊണ്ട് നിറയെ പുതിയ പുതിയ വേർഡ്സ് ഒക്കെ കിട്ടും. എന്റെ ഫ്രണ്ട്സിനകത്ത് പറഞ്ഞപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഓത്തർ ആണോന്ന്. അത്ര എഴുതിയിട്ടുണ്ട്. ഓതറാവുമോ? അങ്ങനെ വർഷക്കുട്ടിയുടെ കഥയൊക്കെ കേട്ടോണ്ട് നിന്ന് ഞാൻ ചപ്പാത്തിയൊക്കെ ചുട്ടെടുത്ത് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മുടെ കറിയും കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പം കറി കുറച്ചുകൂടെ ഒന്ന് കുറുകിയാൽ നന്നായിരിക്കും കേട്ടോ. പൊട്ടറ്റോ വേണമെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കാം, കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ട് കിട്ടും. ഇനി ആ ദോശമാവിനെ ഒന്ന് അരച്ചെടുക്കണം. ഒരു 2-3 മണിക്കൂറാണ് ഞാൻ കുതിർത്തിട്ടത് കേട്ടോ. ഞാൻ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷമാണ് ഇട്ടത്. അപ്പോഴേ സമയം ഒരു 6:30 മണി ആയായിരുന്നു. ഞാൻ ഇപ്പോൾ സമയം 9 മണിയായി കേട്ടോ. 9 മണിക്കാണ് ഞാൻ അരച്ച് വെക്കാൻ പോണത്. അപ്പം നല്ല ദോശയുടെ ഒരു പരുവത്തിൽ അരച്ചെടുക്കാം കേട്ടോ. ഇത് ഇഡ്ഡലിക്ക് അത്ര നന്നായിരിക്കത്തില്ല കേട്ടോ. നമ്മളിപ്പോൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു മെഷർമെൻറ്റ് ഇഡ്ഡലിക്ക് നമ്മൾ വേറെയും കുറച്ച് കാര്യങ്ങളോടൊക്കെ അരയ്ക്കണം. അപ്പോഴാണ് അത് നന്നായി കിട്ടത്തുള്ളൂ. അതിന് ഞാൻ എപ്പോഴെങ്കിലും വേറെ ഏതെങ്കിലും വീഡിയോയിൽ കാണിക്കാം കേട്ടോ ഇഡ്ഡലിയുടെ ഒരു പരുവം. അപ്പോൾ ഇനി മാവിലേക്കുള്ള ഉപ്പിടാൻ നോക്കിയപ്പോഴാണ് ഉപ്പ് തീർന്നിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് റീഫിൽ ചെയ്ത് വെച്ചു. ഞാൻ എപ്പോഴും മാവ് അരയ്ക്കുമ്പോൾ തന്നെ ഉപ്പിട്ടങ്ങ് പുളിക്കാൻ വെക്കുകയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ മാവൊക്കെ അരച്ച് ഓവനുള്ളിൽ വെച്ചിട്ടുണ്ട്. ഓവന് പ്രീഹീറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ട് ഉള്ളി വെച്ചേക്കാം. അല്ലെങ്കിൽ നാളെ രാവിലത്തേക്ക് അത് പുളിച്ചൊന്നും പൊങ്ങത്തില്ല. ചിലപ്പോൾ അതും കാണൂല ചില ദിവസങ്ങളിൽ. നാളെ എഴുന്നേറ്റ് വരുമ്പോൾ അറിയാൻ പറ്റും പൊങ്ങുമോ ഇല്ലയോന്ന്. അങ്ങനെ അടുത്ത ദിവസം രാവിലെയായി നമ്മുടെ മാവ് അത്യാവശ്യം പുളിച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ പേടിച്ചാണ് വന്നത് എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത്. പക്ഷേ കുഴപ്പമില്ല, നന്നായിട്ട് വന്നു. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. നല്ല സാധാരണ ദോശമാവിൽ നമ്മൾ ചുടുന്ന പോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ കിട്ടും കേട്ടോ. കുറച്ച് നെയ്യോ അല്ലെങ്കിൽ നല്ലെണ്ണയോ ഒക്കെ ഒഴിച്ച് കൊടുത്തെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇത് ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് അടിപൊളിയാണ് കേട്ടോ. കാരണം ഇപ്പം അരി ഒന്നും ഇല്ലല്ലോ നല്ല. അപ്പോൾ ഞാൻ ഇത് കൊണ്ടുപോയി ഏട്ടന് കൊടുക്കട്ടെ. ഏട്ടനെ ഇന്ന് ഓഫീസിൽ പോകണം. അപ്പോൾ വർഷക്കുട്ടി നേരത്തെ പോയി കേട്ടോ. എന്തുണ്ടാക്കി? നാച്ചോസാ സ്കൂളിൽ നിന്നാ? ഷോമി നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ആരാ ഉണ്ടാക്കിയത്? നീ മാത്രമാ?
ഞാൻ മാത്രമല്ല ഞങ്ങൾ എല്ലാം ചെയ്തു. എല്ലാ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്നിട്ടാ? ഓ കൊള്ളാലോ. ഈ ചീസ് ഉണ്ട് ഇതില്. ആണോ? നമുക്ക് മെൽറ്റ് ചെയ്യണോ? ഇത് ആൾ മെൽറ്റ് ആയിരിക്കും ചീസ്. ഇനി ഓവന് വെച്ച് ചൂടാക്കണോ? ഇല്ല നീ കഴിച്ചു നോക്കിയില്ലേ? ഇല്ല. കൊള്ളാമോ? സോസ് നോക്കട്ടെ. സോസ് അടിയിലുണ്ടോ? ഓ അടിയിൽ സോസ് ഉണ്ടോ? കാണുന്നില്ല, കൈമാറ്റും. എന്തൊക്കെയാ സോസ് ഇട്ട്? തക്കാളിയാ? വെറും തക്കാളി ഇരിക്കില്ല, ഒണിയനും. അതിന്റെ ജ്യൂസാണ് സോസ്, സാൽസ. നമ്മൾ ഇത് വെച്ച് കഴിക്കത്തില്ല, അവകാഡോ. നിങ്ങളിത് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയതാണോ നാച്ചോസ്? ഓവനിൽ കുക്ക് ചെയ്ത്. കൊള്ളാം, നന്നായിട്ടാ. സാധാരണ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ തന്നെ ഉണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇപ്പൊ എങ്ങനെ ഉണ്ടാക്കുന്നത് പഠിച്ചോ? പഠിച്ചാ? അപ്പൊ ഇനി നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുമോ? ഇൻഗ്രീഡിയൻസ് ഒക്കെ അറിയാമോ? നാച്ചോസ് വെരി ഈസിയാ, സോൾസ് മാത്രം കുറച്ച് പാടാ. പിന്നെ സോൾസിന്റെ ഇൻഗ്രീഡിയൻസ് ചുമ്മാ തക്കാളി, ടൊമാറ്റോ ഒക്കെ. അല്ല, ഇത് ഉണ്ടാക്കാൻ അറിയാമോ? നാച്ചോസ് ഉണ്ടാക്കുന്നത് ആദ്യം നാച്ചോസ് മേടിക്കൂലേ, അത് മേടിച്ചിട്ട് അത് അവനിൽ വെച്ചിട്ട് കുക്ക് എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ചീസ് ഞങ്ങളിടും. നാച്ചോസ് ആണോ? അത് ഞങ്ങൾ കുക്ക് ഇങ്ങനെ പ്ലെയിൻ വരൂലേ ആദ്യം. അതേ ചോദിച്ചേ, ഇത് ഉണ്ടാക്കിയതല്ലേ? ഉണ്ടാക്കിയതാണ്. നാച്ചോസ് ഉണ്ടാക്കിയോ? നാച്ചോസ് ഞങ്ങൾ ഉണ്ടാക്കിയതാണ്, ഈ ചീസും കുക്ക് ചെയ്ത്. ഹലോ സാർ, അതല്ല ഞാൻ ചോദിച്ചേ. ഓ, ഇതിനെ ഇതുപോലെ ബേക്ക് ചെയ്തെടുത്താണോ നിങ്ങള്? അപ്പൊ എന്ത് ഫ്ലോറാ ഉപയോഗിച്ചേ? ഫ്ലോർ അല്ല, ആദ്യം നാച്ചോസ് അല്ലേ. അതാ പക്ഷെ ആസ്ഡേൽ റെഡിമെയ്ഡ് നാച്ചോസ് ഉണ്ട്. ഇത് ആസ്ഡേലുള്ള നാച്ചോസ് വാങ്ങിയിട്ട് ഓവനിൽ വെച്ച് ചൂടാക്കിയതാ. അതെനിക്ക് ചെയ്തിട്ട്. അപ്പൊ നിങ്ങൾ ഇത് ഉണ്ടാക്കിയില്ല, സോസ് ഉണ്ടാക്കി. സോസ് ഉണ്ടാക്കി. സോറി, അവരുണ്ടാക്കിയതല്ല, ഇത് ആ കടയിലെ തന്നെയാണ്. പറ്റിച്ചു. ഞാൻ വിചാരിച്ചു നിങ്ങളൊന്നും അന്ന് നിങ്ങൾ ഷോർട്ട് ബ്രെഡ് നിങ്ങൾ തന്നെയല്ലേ ഉണ്ടാക്കിയത്. നമുക്ക് അതുപോലെ നിങ്ങൾ ഇത് ഉണ്ടാക്കിയത്. ഇതുണ്ടാക്കാൻ പറ്റൂലേ? പാടാണോ? കോൺഫ്ലവർ വെച്ച് ഉണ്ടാക്കാം, കോൺമീൽ വെച്ച്. അതാ ഞാൻ വിചാരിച്ചു ഇത്ര ക്രിസ്പിയാ സൂപ്പറാ ഉണ്ടാക്കിയിരിക്കുന്നല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ വെച്ചു ഇവർ തന്നെ ഇപ്പോഴാണ് മനസ്സിലായത്, ഇവർ കടയിൽ തന്നെ മേടിച്ചിട്ട് അതിനെ പിന്നെ അതിന് മുകളിൽ ചീസും പിന്നെ ഈ സോസും എല്ലാം ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഇവർക്കൊരു കുക്കിംഗ് ക്ലാസ്സിൽ കാണിച്ചു കൊടുത്തതാണ്. ഇവർ പണ്ട് ഷോർട്ട് ബ്രെഡ് ഉണ്ടാക്കിയിരുന്നു, പക്ഷേ പ്ലെയിൻ ഫ്ലോർ ഒക്കെ വെച്ച് പ്രോപ്പറായ രീതിയിൽ ബട്ടറൊക്കെ ഇട്ട് അങ്ങനെ ഉണ്ടാക്കുമായിരുന്നു. ഇത് പക്ഷെ അങ്ങനെ ഉണ്ടാക്കിയതല്ല കേട്ടോ. ഈ നാച്ചോസ് അവകാഡോ വെച്ച് കഴിക്കുന്നല്ല, അവകാഡോ സാലഡ് ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നല്ല. നെക്സ്റ്റ് തേഴ്സ്ഡേ ഞങ്ങൾ ടാക്കോസ് ഉണ്ടാക്കും. അതും ഇതുപോലെ റെഡിമെയ്ഡ് മേടിച്ചിട്ട് ഉണ്ടാക്കുക അല്ല. അപ്പൊ പോയി ഡ്രസ്സൊക്കെ മാറ്റിപ്പോ. ഞാൻ നോക്കിയപ്പോൾ ഒരാളിവിടെ പുതച്ച് മൂടി കിടക്കുന്നു. വിമാൻകുട്ടിക്ക് പനിയുള്ളത് പോലെ തോന്നുന്നു. പനിയുണ്ടാ? തോന്നാ? ചുക്കാപ്പിട്ടാട്ടെ. ഏട്ടൻ ഓഫീസിൽ നിന്ന് വന്നപ്പോൾ മേടിച്ചുകൊണ്ട് വന്നതാണ് റെഡ് വൈന്. അപ്പോൾ അതിൻ്റെ അവർ നോക്കി ഇങ്ങനെ പൈപ്പൊക്കെ തുറക്കുന്ന പോലെയാണ്, അതിലേ വെച്ച് ഇങ്ങനെ ഒഴിക്കാം. ഇനിയിപ്പോൾ ക്രിസ്മസ് ടൈമാണെന്ന് ഇതെല്ലാം ഇനി ഇവിടെ കിട്ടും, അല്ലെങ്കിലും കിട്ടും. അങ്ങനെ അടുത്ത ദിവസം രാവിലെയായി. ഇന്ന് നല്ല ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവാൻകുട്ടിയെ ഞാൻ സ്കൂളിൽ വിട്ടില്ല, ഓൾറെഡി നല്ല പനിയുണ്ട്. റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞു. ഒരു ദിവസം റെസ്റ്റ് എടുത്ത് കഴിയുമ്പോൾ പനിയൊക്കെ അങ്ങ് മാറിക്കോളും. പിന്നെ ഈ തണുപ്പും കൂടെ കണ്ടപ്പം പിന്നെ വിചാരിച്ച് പോവണ്ട, വീട്ടിലേ ഇരിക്കട്ടെ. അങ്ങനെ ഞാൻ വിവാൻകുട്ടിക്ക് കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ കഞ്ഞിയാകുമ്പോൾ കുറച്ച് ദഹിക്കാൻ എളുപ്പമുണ്ട്. കാലാവസ്ഥ ഇങ്ങനെ മാറി മാറി വരുമ്പോഴാണ് ഈ പനിയൊക്കെ ഉണ്ടാകുന്നത്. പിന്നെ ഒരു ദിവസം റെസ്റ്റൊക്കെ എടുക്കുമ്പോഴത്തേന് നല്ല രീതിയിൽ അങ്ങ് മാറ്റം ഉണ്ടാവും. കുറച്ച് ചോറ് കൊണ്ടൊന്ന് കാക്കയ്ക്കൂടെ ഇട്ട് കൊടുത്തു. ചിലപ്പോഴൊക്കെ വരാറുള്ളൂ കേട്ടോ, എപ്പോഴൊന്നും അങ്ങനെ കാണാറില്ല. അങ്ങനെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേനും വിവാൻകുട്ടി നല്ല ആക്റ്റീവായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.